ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം 92-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് അർത്ഥം പറയുന്നത്. മദഘൂർണിത രക്താക്ഷി മദപാടല ഗണ്ഡപോ ചന്ദനദ്രവ ദിഗ്ധാംഗി ചാമ്പേയ കുസ്മപ്രിയ. മദഘൂർണിത രക്താക്ഷി, മദം കൊണ്ട് ഇളകുന്നതും അന്തർമുഖവും രക്തവർണവും ആയ അക്ഷികളോടു കൂടിയവൾ. മദഘൂർണിത രക്താക്ഷി, മദം കൊണ്ട്, നേരത്തെ മദശാലിനി എന്ന് പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ മദം കൊണ്ട് ഇളകുന്നതും അന്തർമുഖവും, അന്തർമുഖം എന്താണെന്ന് ഇനി പറയുന്നുണ്ട്, അന്തർമുഖവും രക്തവർണവുമായ അക്ഷികളോട് കൂടിയവൾ. ഘൂർണിതം എന്ന് പറഞ്ഞാൽ ബാഹ്യവിഷയ വൈമുഖ്യം, കാമേശനെ അല്ലാതെ മറ്റൊരാളെ പോലും കാണാൻ വൈമുഖ്യമുള്ളതിനാൽ അന്തർമുഖയായി സ്ഥിതി ചെയ്യുന്നു. അതാണ് അന്തർമുഖം എന്ന് പറയുന്നത്. അപ്പോൾ മദഘൂർണിത രക്താക്ഷി, മദം കൊണ്ട് ഇളകുന്ന അന്തർമുഖവും രക്തവർണവുമായ കണ്ണുകളോട് കൂടിയവൾ. പിന്നെ അടുത്തത് മദപാടല ഗന്ധപൂ. മദപാടല ഗണ്ഡപൂ, മദം അത് എന്താണ്? മദത്താൽ പാടലവർണ്ണം, ഇളം ചുവപ്പ്, പാടലവർണ്ണം പൂണ്ട കവിളിണകളോട് കൂടിയവൾ. ദേവിയുടെ കവിളുകൾ അല്ലെങ്കിലും ഇളം ചുവപ്പ് നിറമാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മദത്താൽ, ഇവിടെ മദം കൊണ്ടാണ് ഇങ്ങനെ ഇളകുന്നതും കളറ് രക്തവർണ്ണമായതെന്നൊക്കെയാണ് പറയുന്നത്. മദത്താൽ പാടലവർണ്ണം പൂണ്ട കവിളിണകളോട് കൂടിയവൾ. മദപാടല ഗണ്ഡപൂ, കവിൾത്തടം. ഗണ്ഡപൂ എന്ന് പറയുമ്പോൾ കവിൾത്തടം. യൗവനം കൊണ്ട് പാടലമാകാം. നിത്യ യൗവന എന്ന് നേരത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ യൗവനം കൊണ്ടും ഒരു രക്തവർണ്ണം ഉണ്ടാകാം. പ്രിയൻ്റെ സാമീപ്യം കൊണ്ടുള്ള അനുരാഗജന്യമായ വികാരം കൊണ്ടും പാടലവർണ്ണമാകാം എന്നും ഇവിടെ സൗന്ദര്യശാസ്ത്ര വർണ്ണന പ്രകാരം പറയുന്നുണ്ട്. ഇവിടെ നിത്യ യൗവനവും പ്രിയ കാമേശൻ്റെ സാമീപ്യവും രണ്ടും അങ്ങനെ ഒരു പാടലവർണ്ണം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളതാണ്. അടുത്തത് ചന്ദനദ്രവ ദിഗ്ധാംഗി. ചന്ദനദ്രവ ദിഗ്ധ അംഗം, ചന്ദന കുഴമ്പുകൊണ്ട് ലേപനം ചെയ്യുക. ചന്ദന ലേപ സുഗന്ധം എന്നൊക്കെ പറയില്ലേ, ചന്ദന കുഴമ്പ് കൊണ്ട് ലേപനം ചെയ്ത ചന്ദനദ്രവ. ദ്രവം എന്ന് പറഞ്ഞാൽ കുഴമ്പ്. ചന്ദനച്ചാറ്, ചന്ദനച്ചാറ് കൊണ്ട് ലേപനം ചെയ്ത അംഗങ്ങളോട് കൂടിയവൾ. ദിഗ്ധാംഗി, മനോഹരമായ അംഗങ്ങളോട് കൂടിയവൾ. അപ്പോൾ ചന്ദനച്ചാറ് സൗന്ദര്യവർദ്ധനയ്ക്ക് കുളിർമയ്ക്കും വേണ്ടി ശരീരത്തിൽ ലേപനം ചെയ്യാറുണ്ട്. സുന്ദരികളെ വർണ്ണിക്കുമ്പോൾ ആ സുന്ദരികളുടെ ശരീരത്തിൽ ചന്ദനച്ചാറ് പുരട്ടുന്നതായിട്ടൊക്കെ വർണ്ണിക്കും, കവികൾ വർണ്ണിക്കും. ദേവി അതിസുന്ദരിയായ ദേവിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ചന്ദനദ്രവ ദിഗ്ധാംഗി എന്നാണ് പറയുന്നത്. ചന്ദനച്ചാറ്, ചന്ദനക്കുഴമ്പ് കൊണ്ട് ലേപനം ചെയ്ത അംഗങ്ങളോട് കൂടിയവൾ. അപ്പോൾ മനോഹാരിതയും സുഗന്ധവും എല്ലാം. ചന്ദനച്ചാറ് സൗന്ദര്യവർദ്ധനയ്ക്കും കുളിർമയ്ക്കും വേണ്ടി ശരീരത്തിൽ ലേപനം ചെയ്യാറുണ്ട്. പൂജാവിധികളിൽ ദേവിയെ ചന്ദനച്ചാറ് അണിയിക്കുന്നത് അലങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ആകർഷണത്തിനും. ദേവിയുടെ സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഓരോ ഘടകങ്ങളാണ് ഈ പറയുന്നത്. ചാമ്പേയ കുസുമപ്രിയ. ദേവി പിന്നെ എങ്ങനെയുള്ള ആളാണ്? ചെമ്പകപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ദേവി. പണ്ട് തൊട്ടശുദ്ധമാക്കാത്തത് എന്ന ഒരു പ്രത്യേകത ഉണ്ട്. ചെമ്പകപ്പൂവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അശുദ്ധമുള്ളപ്പോഴൊന്നും ചെമ്പകപ്പൂവ് സ്പർശിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ചെമ്പകപ്പൂവിനെ ഇഷ്ടപ്പെടുന്നവൾ, ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ് ദേവി. അപ്പോൾ തൊട്ടശുദ്ധമാക്കാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനൊരു പ്രത്യേകത, ശുദ്ധമായ രീതിയിൽ അത് ഇഷ്ടപ്പെടുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. പിന്നെ വേറൊന്നുകൂടി ഒരു വ്യംഗ്യമായി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. വിഷയസുഖങ്ങളെ സ്പർശിക്കാതെ ആത്മാരാമന്മാരായി സ്വയം ആനന്ദം അനുഭവിക്കുന്നവരുടെ പ്രതീകമായി ഇതിനെ കണക്കാക്കുന്നു ഈ ചെമ്പകപ്പൂവിനെ.
അതായത് വിഷയസുഖങ്ങളെ സ്പർശിക്കാതെ അത്രയേറെ പരിശുദ്ധിയോടുകൂടി ആത്മാരാമനായി ആത്മാവിനെ സ്പർശിച്ച് അതിൽ കൂടി സ്വയം നിർവൃതി അടയുന്ന ഭക്തരുണ്ട്. അങ്ങനെ സ്വയം ആനന്ദം അനുഭവിക്കുന്നവരുടെ പ്രതീകമായി ഇതിനെ കണക്കാക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളവരിൽ ഈ ചെമ്പകപ്പൂവിനെ അങ്ങനെയുള്ളവരുടെ പ്രതീകമായിട്ട് കണക്കാക്കുമ്പോൾ ഈ അശുദ്ധി ഉള്ളവരൊന്നും സ്പർശിക്കാതെ അത്രയേറെ പരിശുദ്ധമായി കുടികൊള്ളുന്ന ഒന്നാണ് ചെമ്പകപ്പൂവ്. ആ ചെമ്പകപ്പൂവിനെ ഇങ്ങനെയുള്ള വിഷയസുഖങ്ങളിൽ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ വിഷയസുഖങ്ങളെ സ്പർശിക്കാതെ ആത്മാരാമനായി സ്വയം ആനന്ദം അനുഭവിക്കുന്ന, ആനന്ദം എന്തുകൊണ്ടുണ്ടാകുന്ന ആനന്ദമാണ്? ഭക്തി. ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നവരുടെ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ പ്രതീകമായി ബ്രഹ്മാനന്ദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതീകമായി ഇതിനെ കണക്കാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരിൽ പ്രിയം കാണിക്കുന്നവളാണ് ദേവി. അങ്ങനെയുള്ള ഭക്തരിൽ പ്രിയം കാണിക്കുന്നവൾ ആണ് ദേവി എന്ന് പറയുമ്പോൾ ഈ ചെമ്പകപ്പൂവിനെ ഇഷ്ടപ്പെടുന്നതും അതിൻ്റെ ഒരു സാമ്യമായിട്ട്, അതിൻ്റെ ഒരു ഉപമയായിട്ട് കണക്കാക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഇനിയുള്ള അർത്ഥം പറയാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ.